വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 25 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. 10 കന്യകമാരുടെ ഉപമ. സ്വർഗരാജ്യം വിളക്കുമെടുത്ത് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെട്ട 10 കന്യകമാർക്ക് സാദൃശ്യം. അവരിൽ 5 പേർ വിവേകശൂന്യരും 5 പേർ വിവേകവതികളുമായിരുന്നു. വിവേകശൂന്യകൾ വിളക്കെടുത്തപ്പോൾ എണ്ണ കരുതിയില്ല. വിവേകവതികളാകട്ടെ വിളക്കുകളോടൊപ്പം പാത്രങ്ങളിൽ എണ്ണയും എടുത്തിരുന്നു. മണവാളൻ വരാൻ വൈകി. ഉറക്കം വരുകയാൽ കന്യകമാർ കിടന്നുറങ്ങി. അർദ്ധരാത്രിയിൽ ഇതാ മണവാളൻ പുറത്തു വന്ന് അവനെ എതിരേൽക്കുവിൻ എന്ന് ആർപ്പുവിളിയുണ്ടായി. ആ കന്യകമാരെല്ലാം ഉണർന്ന് വിളക്കുകൾ തെളിയിച്ചു. വിവേകശൂന്യർ വിവേകവതികളോട് പറഞ്ഞു, ഞങ്ങളുടെ വിളക്കുകൾ അണഞ്ഞു പോകുന്നതിനാൽ നിങ്ങളുടെ എണ്ണയിൽ കുറെ ഞങ്ങൾക്ക് തരിക. വിവേകവതികൾ മറുപടി പറഞ്ഞു, ഞങ്ങൾക്കും നിങ്ങൾക്കും മതിയാകാതെ വരുമെന്നതിനാൽ നിങ്ങൾ വിൽപ്പനക്കാരുടെ അടുത്തുപോയി വാങ്ങിക്കൊള്ളുവിൻ. അവർ വാങ്ങാൻ പോയപ്പോൾ മണവാളൻ വന്നു. ഒരുങ്ങിയിരുന്നവർ അവനോടൊത്ത് വിവാഹ വിരുന്നിന് അകത്ത് പ്രവേശിച്ചു. വാതിൽ അടയ്ക്കപ്പെടുകയും ചെയ്തു. പിന്നീട് മറ്റു കന്യകമാർ വന്ന്, കർത്താവേ, കർത്താവേ, ഞങ്ങൾക്കും തുറന്നു തരണമേ എന്നപേക്ഷിച്ചു. അവൻ പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. അതുകൊണ്ട് ജാഗരൂകരായിരിക്കുവിൻ. ആ ദിവസമോ മണിക്കൂറോ നിങ്ങൾ അറിയുന്നില്ല. സ്വർഗരാജ്യം യേശുവിന്റെ ദർശനത്തിൽ. യേശുവിന്റെ ദർശനത്തിലുള്ള സ്വർഗരാജ്യത്തെ പറ്റിയുള്ള ആശയം ശ്രോതാക്കളിൽ എത്തിക്കുക എന്നുള്ളതായിരിക്കണം ഇന്നത്തെ സുവിശേഷത്തിന്റെ പ്രഥമമായിട്ടുള്ള ലക്ഷ്യം. സ്വർഗരാജ്യം എന്നതുകൊണ്ട് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ ഉദ്ദേശിക്കുന്നത് അത് യാന്ത്രികമായിട്ട് അനുഭവിക്കാൻ കാത്തിരിക്കേണ്ട ഒന്നല്ല സ്വർഗരാജ്യം എന്നും, മറിച്ച് സ്വതന്ത്ര മനസ്സോടുകൂടെ അത് നേടിയെടുക്കേണ്ട ഒന്നാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ. അത് ഒരാളുടെയും സമ്മർദ്ദത്തിനോ നിർബന്ധത്തിനോ വിധേയപ്പെട്ട് അനുഭവിക്കാൻ ഇടവരേണ്ട ഒന്നല്ല, മറിച്ച് സ്വതന്ത്രമായ മനസ്സോടും ചിന്തയോടും കൂടെ ഓരോ വ്യക്തിയും യുക്തിഭദ്രമായ രീതിയിലുള്ള സമീപനത്താലും ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങളാലും നേടിയെടുക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് സ്വർഗരാജ്യം എന്നുള്ള ആശയം വ്യക്തമാക്കുകയാണ്. ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടി കൂടെയായിരിക്കണം യേശു ഇന്ന് മണവാളനെ എതിരേൽക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട 10 കന്യകമാരുടെ ഉപമ സുവിശേഷമായിട്ട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. 10 കന്യകമാരും മണവാളനെ എതിരേൽക്കാൻ നിയോഗിക്കപ്പെട്ടവരാണ് എന്നുവരികിലും ഈ 10 പേരും തങ്ങളുടെ നിയോഗം പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി മണവാളനെ സ്വീകരിക്കാൻ വേണ്ടിയുള്ള വിളക്കുകൾ എടുത്തു. പക്ഷേ 5 പേർ മാത്രമേ വിളക്ക് തെളിയിക്കാൻ ആവശ്യമുള്ള എണ്ണ കരുതിയുള്ളൂ. മറ്റ് 5 പേർ വിളക്ക് മാത്രം എടുത്തു, അതിൽ ദീപം തെളിയിക്കാൻ ആവശ്യമുള്ള എണ്ണ കരുതിയില്ല. അങ്ങനെ വേണ്ട വിവേകത്തോടും ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കങ്ങളും 5 പേർക്കും ഇല്ലാതെ വന്നപ്പോ അവര് കാര്യത്തിൽ നിയോഗിക്കപ്പെട്ടവരായിരുന്നു സൗഭാഗ്യം പ്രാപിക്കുന്നതിന് വേണ്ടി എന്നുവരികിലും അവരെ സംബന്ധിച്ച് ആ സൗഭാഗ്യം നിഷിദ്ധമായിട്ടുള്ളൂ. അത് അവരുടെ തന്നെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് അവർക്ക് നിഷേധിക്കപ്പെട്ട ഒരു സ്ഥിതിവിശേഷമാണ് എന്ന് യേശു നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്നാൽ സൗഭാഗ്യത്തിലേക്ക് പ്രവേശിച്ച 5 വ്യക്തികൾ അവരുടെ തന്നെ വിവേകപൂർണമായിട്ടുള്ള ജീവിത ശൈലി കൊണ്ടും യുക്തിഭദ്രമായിട്ടുള്ള നീക്കങ്ങൾ കൊണ്ടും നേടിയെടുക്കുന്നതിൻ്റെതായിട്ടുള്ളൊരു വശം ആ സ്വർഗരാജ്യത്തിലെ എത്തുന്നതിനുണ്ട് എന്ന ആശയം വ്യക്തമാക്കാൻ വേണ്ടി കൂടിയായിരിക്കണം അങ്ങനെ ആ ഉപമ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ഈ ഉപമയിൽ കൂടി യേശു ഒരു കാര്യം വളരെ ശക്തമായ രീതിയിൽ
ശ്രോതാക്കളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന മാതിരി തോന്നിപ്പോകുന്നു. ദൈവരാജ്യത്തിലേക്ക് വേണ്ടി ക്ഷണിക്കപ്പെട്ടവരായിട്ടുള്ള വ്യക്തികളാണ് യേശുവിന്റെ സഭയിലേക്ക് വിളിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ. പക്ഷേ എല്ലാവരും അങ്ങനെ നിയോഗിക്കപ്പെട്ടവരാണ് എന്ന് വരികിൽ തന്നെ ആ നിയോഗം യഥാർത്ഥത്തിൽ ജീവിതത്തിൽ ഫലപ്രദമായ രീതിയിൽ അത് വിനിയോഗിക്കാൻ ആർക്ക് സാധിക്കുന്നുവോ അവർക്കാണ് അതിന്റെ ലക്ഷ്യമായിട്ടുള്ള സൗഭാഗ്യത്തിലേക്കുള്ള പ്രവേശനമുണ്ടാകുള്ളൂ എന്നുള്ളത് വ്യക്തികളെ ഓർമ്മപ്പെടുത്തുകയാണ്. അവസരങ്ങള് എല്ലാവർക്കും ലഭിക്കുന്നത് ഓരോരുത്തരും അത് ഉചിതമായ രീതിയിലും ഭാവനാപൂർണമായ രീതിയിലും വിനിയോഗിക്കാനുള്ള ചുമതല അവരാർക്ക് തന്നെയാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് യേശു ഈ ഉപമയിൽ കൂടെ. അതുകൊണ്ട് വ്യക്തിപരമായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾക്ക് ഒരു തരത്തിലും ഹാനി, ഒരു തരത്തിലും അതിന് വിഘാതമുണ്ടാകാൻ ഇടവരുന്നതല്ല ദൈവത്തിന്റെ പദ്ധതി. ദൈവത്തിന്റെ പദ്ധതി വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അന്വർത്ഥമായി തീരണമെന്ന് വരികില് വ്യക്തിയുടെ ആഴത്തിലുള്ള സഹകരണം ആവശ്യമുണ്ട് എന്ന സത്യം ശ്രോതാക്കളായ തന്റെ മക്കളായ അനുയായികളായ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്ന് വേണം വിചാരിക്കാൻ.